ഏറ്റവും ലേറ്റസ്റ്റ്, വേറെ ആരും ഉപയോഗിക്കാത്ത ഹെയർ സ്റ്റൈൽ അല്ല ആരുട്ടി? എല്ലാത്തിനും അതെ, എല്ലാത്തിനും മോള് ആ ഒരു ഗുണമുണ്ട് ഞങ്ങളുടെ കൊച്ചിന്, ഞങ്ങളുടെ കുഞ്ഞിക്കുടുക്കയ്ക്ക്. അപ്പോൾ കാണിക്കേ ഗുഡാണോ? ഞങ്ങൾ ഗുഡാണോ? മുടിയൊക്കെ വെച്ച് ചുണ്ടിരി മണിയായ ഇങ്ങനെ ഇന്നേ രണ്ട് കൈ പിടിച്ച് നമ്മൾ ബീമോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പരിപാടി നടക്കുന്നത് ബീമോണിലാണ്. അപ്പോൾ അതാ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇനി ഒരു 5 മിനിറ്റോടെ ഉള്ളൂ. 2:15 റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കണേ. പക്ഷെ നമ്മൾ 2 മണിക്ക് എത്തും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. കഷ്ടകാലത്തിന് മഴ പൊടിഞ്ഞു തുടങ്ങി. ഓപ്പൺ സ്റ്റേജ് ആയതുകൊണ്ട് മഴ എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് എത്തിയല്ലേ ചായ? ഞങ്ങൾ ഇന്ന് റെഡ് ആൻഡ് വൈറ്റ് ഇട്ടു ഗൈസ്. കാരണം ഹാപ്പി കാനഡ ഡേ ആണ്. ഇന്നിവിടെ ജൂലൈ 1 കാനഡ ഡേ ആണ് കേട്ടോ. അപ്പൊ കാനഡയുടെ ഫ്ലാഗ് അനുസരിച്ച് വൈറ്റ് ആൻഡ് റെഡ് ആണല്ലോ കോംബോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കാനഡ ഡേയുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് വൈറ്റ് ആൻഡ് റെഡ് ഇട്ടു. വൈറ്റ് പാൻസും റെഡ് ടീഷർട്ടും ഇട്ടു. പിള്ളേർക്ക് പക്ഷെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ. കാരണം അവർക്കുടെ ഡാൻസിന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട് ഗോൾഡൻ ടോപ്പാണ് കൊടുത്തിരിക്കണേ. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടു അവര്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മളിനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഭയങ്കര തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് പാർക്കിംഗ് ഭയങ്കര കഷ്ടമായി. എന്തായാലും ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്യാവോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. എന്നാലും നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം പോയി റിപ്പോർട്ട് ചെയ്യട്ടെ. 2:15 റിപ്പോർട്ട് ചെയ്യണം. 2:11 പാർക്കിംഗ് കിട്ടിയപ്പോഴത്തേക്കും നമ്മളിതാ ഓടുകയാണ് കേസ്. ഓടുകയാണ്. പക്ഷെ നടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. സ്പീഡിൽ ഓടുകയാണ്. ഓക്കെ, ഇതാ എൻ്റെ കൊച്ചിൻ്റെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. പെട്ടെന്ന് കാണിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പാർക്കിൽ പോകുന്നത്. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ അപ്പുറത്തെ ഒരു കുഞ്ഞു ലേക്കും അവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിനും ഇപ്പുറത്തെ സൈഡിൽ വാട്ടർ സ്പ്രേ പാർക്കും ഒക്കെ ആയിട്ട് നല്ലൊരു പാർക്ക്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിറയെ ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ട്രെയിൻ റൈഡ്, പിന്നെ ഒന്ന് ബൗൺസി കാസിൽ. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മളൊന്നിലും കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കുറെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യണം, കണ്ട് രസിച്ചു. നമ്മളൊരു 2:20 ആയപ്പോഴത്തേക്ക് എത്തി റിപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ചേച്ചി പിന്നെ ബാക്കിലേക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ പ്രാക്ടീസ് സെഷനൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് 3 മണിക്ക് തന്നെ നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ചു കേട്ടോ. റോങ്കുഡ്നും ആറൂട്ടിയും മുദ്ര ഡാൻസ് സ്കൂളിൽ ജൂണിലാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത് സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ നിക്കോളസും കാരളിനും ആ ഗ്രൂപ്പിലുണ്ട്. അതുകൊണ്ടാണ് അവർ ചേർന്നത്. പക്ഷെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഡാൻസ് കളിക്കണം, ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും അതൊരു വലിയ സന്തോഷമായി. കാരണം എനിക്ക് ചെറുപ്പത്തിൽ കിട്ടാത്തതാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മളെല്ലാ പേരൻസും അങ്ങനെ ആയിരിക്കില്ലേ. ഇവരുടെ ഡാൻസ് എനിക്ക് യൂട്യൂബിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു. നിങ്ങൾ ആ ഡാൻസൊക്കെ വെള്ളി വീട് ഓക്കെ, നിങ്ങൾ ആ ഡാൻസൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളിതാ ഫുഡ് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. കാരണം ഇപ്പം തന്നെ മണി 3:30 ആയി. അപ്പോൾ ഇതാ വിക്ടോറിയ ഉണ്ട്, കാരോലിൻ ഉണ്ട്. ഇന്ന് ഭയങ്കര യാ, പിന്നെ നമ്മളുണ്ട്, നിക്കോളസ് ഉണ്ട്. നിക്കോളസ് ഹായ്. റോയിച്ചനുണ്ട്. പിന്നെ വിക്ടോറിയയുടെ ഹസ്ബൻഡ് ആന്റണി അവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. ഫുഡ് മേടിക്കാനൊക്കെയുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം എന്തായാലും നമ്മളിതാ പിന്നെ കുറേ പറവകളുണ്ടെന്നൊക്കെ. പിന്നെ ഇവിടെ നിറച്ച ആൾക്കാരാണ് കഴിച്ചത്. ഇന്നത്തെ കാനഡ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് നിറച്ച ആൾക്കാരാണിതാ. കണ്ടോ നിറച്ച. അയ്യോ അവിടെ ഒന്നുമില്ല, ഇവിടെ കേട്ടോ ഉള്ളൂ. അവിടെ ഒരു ബൗൺസി സ്റ്റേഷനൊക്കെ ഉണ്ട് പിള്ളേർക്ക് ജമ്പിങ് കാസിൽ പോലെ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ നമുക്ക് പോകണം എന്നുണ്ട്. തിരക്കനുസരിച്ച് തിരക്ക് നോക്കിയിട്ട് തീരുമാനിക്കുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു. ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. പോരുന്ന വഴിക്ക് മഴ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവം ഇന്നത്തെ പരിപാടി കൊളാവും, ഭയങ്കര മഴയാണല്ലോ, എങ്ങനെ നിൽക്കും എന്നൊക്കെ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര വെയിലായി കഴിച്ചു. ചൂടെടുത്തിട്ട് മനുഷ്യൻ്റെ അട്ടപ്പൂരി. പിള്ളേർ നല്ല ടയർഡായി. കുഞ്ഞിപ്പണീനെ റോയ്സിനെ എടുക്കേണ്ടി വന്നു. അവൾ പിന്നെ അധികം നടക്കില്ല കേട്ടോ. റോയ്സിനെ പോലെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അവളെ റോയ്സിനെ എടുത്തുകൊണ്ട് നടക്കണം. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. അങ്ങനെ
ഞങ്ങൾ വന്നിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ബീമോണ്ടാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ എൻ്റെ പൊന്ന് കൈസ് അടിപൊളി വീടുകൾ. അതേപോലെ അവരുടെ ലോൺ ഗാർഡൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈവൻ ബാക്ക് യാർഡിലേക്ക് പോണ വഴി പോലും ഓ ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കണ്ടോ ഗൈസ്, എന്ത് രസമായിട്ട് ഇവരുടെയൊക്കെ വീടിൻ്റെ സൈഡും പറമ്പും ഒക്കെ, പറമ്പെന്ന് സോറി നാട്ടിലെ ഓർമ്മ വെച്ച് പറഞ്ഞാണ് ഗൈസ്. ഇവരുടെയൊക്കെ വീടിൻ്റെ ലോണൊക്കെ സെറ്റ് ചെയ്തിരിക്കണം നോക്കി, നല്ല അടിപൊളിയല്ലേ. അതുപോലെ ഒരു വീട് പോലും ഇല്ല, നല്ല അടിപൊളി വീടെന്ന് പറയണത്. മറ്റേ കള എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കള എന്ന് പറയും, അങ്ങനത്തെ പോലത്തെ സാധനമൊന്നുമില്ല. നല്ല സെറ്റായിട്ട് കേട്ടോ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന, ഗാർഡനൊക്കെ. ഓഹ് വീടും ഒക്കെ കാണാം. ആ ഏരിയയൊക്കെയാണ് ക്വയറ്റ് ഏരിയ, നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരുടെയും വീട്, ഒരു വീട് പോലും നമുക്ക് ബാഡായിട്ട് തോന്നില്ല കേട്ടോ. എല്ലാവരുടെയും വീട് ഒരേപോലെ നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി, നല്ല കമ്മ്യൂണിറ്റി, നല്ല ആൾക്കാർ. എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ്, ഭയങ്കര ലക്ഷൂറിയസ് വീടുകളാണ്. അതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. നമുക്ക് നമ്മുടെ സ്വന്തം വീട് മതി. ഞങ്ങളുടെ ലക്ഷൂറിയസ് വീട് അതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ, എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അല്ലേ സാ. നമുക്ക് നമ്മുടെ വീട് സ്വർഗം, അത് മതി. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കാണാനൊക്കെ എല്ലാ വീടുകളും ഇഷ്ടം, പക്ഷേ ഞങ്ങൾക്ക് താമസിക്കാൻ ഞങ്ങളുടെ വീട് തന്നെയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങി വിശന്നിട്ടുണ്ടല്ലോ, വയറിൻ്റെ അണ്ടകടാഹം കത്തി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റെപ്പിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മാക്ഡൊണാൾഡ്സിലേക്ക് പോവാം, വല്ല ഫുഡും വാങ്ങിച്ച് കഴിച്ച് സംതൃപ്തി അടയാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്ഡൊണാൾഡ്സിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ബൈ. ഈ വീടൊക്കെ നോക്കി, ഓ സെറ്റായിട്ടല്ലേ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് സെറ്റാണ്. ഞങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്, പറ്റും. അതേ ഗൈസ്, ഈ വീടിൻ്റെയൊക്കെ ഫ്രണ്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ ഈ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യത്തക്ക രീതിയിലാണ് കേട്ടോ ഡ്രൈവേ സെറ്റ് ചെയ്തിരിക്കണേ. അടിപൊളി, എല്ലാ വീടും അങ്ങനെ തന്നെ ഇവിടെ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നമ്മൾ A&Wന്ന് ബർഗറും ഇതൊക്കെ ഫ്രൈസും ഒക്കെ മേടിച്ച് കഴിച്ചു, കാരണം നല്ല വിശന്ന് പോയായിരുന്നു. അപ്പോൾ എന്നാലും ഫുഡൊക്കെ കഴിച്ചു. എന്നാ ബർഗറായിരുന്നു അത്? നാഷ്വില്ലെ അല്ലേ, നാഷ്വില്ലെ സ്പൈസി ചിക്കൻ ബർഗർ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. നോർമൽ ഒരു ബർഗറിൻ്റെ ടേസ്റ്റ് അല്ല, നല്ലൊരു ടേസ്റ്റ്, നല്ല എരിവുള്ള ചിക്കനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും അത് കഴിച്ചു, ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു, ഞങ്ങൾ സെറ്റാണ്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കണമെന്ന് തോന്നുന്നു, അത്ര ടയേർഡാണ്. എന്ത് പറയുന്നു വെച്ചായാ, പിള്ളേർക്ക് നമ്മൾ ഫുഡ് ഫ്രൈസ് മാത്രമായിട്ട് ഇവിടുന്ന് മേടിച്ചു കൊടുത്തോളൂ, കാരണം അവർ ബർഗർ ഒന്നും അത്ര കഴിക്കില്ല A&Wല്. അവർക്ക് ചിക്കനാണ് ഇഷ്ടം. മാക്ഡൊണാൾഡ്സ് കണ്ടുപിടിച്ചില്ല ഇതുവരെ, മാക്ഡൊണാൾഡ്സ് കണ്ടുപിടിച്ചിട്ട് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം, അങ്ങനെ ഇരിക്കണോ. അതല്ലാതെ പിന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലുക, നല്ലൊരു ഉറക്കം പാസ്സാക്കുക, എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു മൂവി കാണാൻ പറ്റിയാൽ കാണുക. കാനഡ ഡേ ആയിട്ടൊരു മൂവി ഉണ്ടോ വെച്ചായ? നേരത്തെ മൂവി കണ്ടിട്ടാണോ കിടക്കുള്ളൂ? ഇപ്പൊ ചെന്നിട്ട് കിടക്കില്ല, എന്നാ ചെന്നിട്ട് വേഗം പ്രാർത്ഥിച്ച് മൂവി കണ്ട് കിടക്കും ഗൈസ്. അങ്ങനെയാണ് ഇന്നത്തെ ഇനി പ്ലാൻ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ. ഈ വ്ളോഗ് എഡിറ്റ് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ ആദ്യം പറഞ്ഞ ലേക്കോ വാട്ടർ ഫൗണ്ടൈനോ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പോകുന്ന വഴിയെ നിങ്ങൾ കാണട്ടെ എന്നുള്ളത്. ഇവിടുത്തെ കാനഡ ഡേക്ക് ഇവർ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഫയർ വർക്ക്സ് ആണ് കേട്ടോ. നമ്മൾ ഒരിക്കൽ പോലും പോയിട്ടില്ല ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ നാട്ടിലെ ഫയർ വർക്ക്സ് കണ്ടു വളർന്ന് നമുക്ക് ഇവിടുത്തെ ഫയർ വർക്ക്സ് കാണുമ്പോൾ ഒന്നും തോന്നാറില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കാനഡ ഡേ സെലിബ്രേഷൻസ് ഇവിടെ തീരുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി കാനഡ ഡേ.